Good morning all. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ റെസൊണൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മളൊരു വാരിയിങ് ഫോഴ്സ് എഫ് ഓഫ് ടി, അത് ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന ഒരു ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്യാണ്. അതിവിടെ ആക്ച്വലി ഉള്ള ഒരു ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്ററിൽ ഒരു ടൈം വാരിയിങ് ഫോഴ്സും കൂടെ, ഫോർ എക്സാമ്പിൾ y0 cos omega t എന്നുള്ള ഒരു ഫോഴ്സും കൂടെ, അത് എന്തുപോലെ നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിൽ ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഒരു മാസ് സ്പ്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതെന്ത് ചെയ്യും, അത് ആ സ്പ്രിങ്ങിന്റെ എൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക ചെയ്യുക. പിന്നെ മാസിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യും. പക്ഷെ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്പ്രിങ്ങിന്റെ എൻഡ് ജിഗിൾ ചെയ്യാണ്, ഇളക്കിക്കൊണ്ടിരിക്കുക ടൈമിനനുസരിച്ച്. പക്ഷെ അത് ജിഗിൾ ചെയ്യുന്നത് y0 is equal to y is equal to y0 cos omega t എന്നുള്ള രൂപത്തിലാണ് അത് ജിഗിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നമുക്ക് ഫോഴ്സിനെ അവിടെ എഫക്റ്റീവായിട്ട് ഏതൊക്കെ ഫോഴ്സ് ഉണ്ടായിരിക്കും, രണ്ട് തരം ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് മൈനസ് കെ എക്സ് എന്നുള്ള സ്പ്രിംഗ് ഫോഴ്സും, അത് കൂടാതെ ഈ ഒരു മൈനസ് കെ വൈ എന്നുള്ള ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം y0 y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, y0 cos omega t. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ mx ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എക്സ്, അതിൻ്റെ കൂടെ മൈനസ് വൈ. വൈ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു y0 cos omega t. അതിനെ നമ്മൾ മാറ്റി എഴുതാണ്. അതായത് എന്ത് ചെയ്യുന്നു, വി റൈറ്റ് ഈ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നത്, ഇക്വേഷൻ എന്തായിരുന്നു, കാരണം എഫക്റ്റീവ് ആയിട്ടുള്ള ഇവിടെ ഫോഴ്സ് വരുന്നത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു m x double dot is equal to minus k into x minus y, or that is equal to minus kx plus ky. ഇനി y എന്താണ്, ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അതായത് എക്സിന്റെ ടേമിനെ ഈ സൈഡിലേക്ക് മാറ്റുന്നു. ദെൻ mx ഡബിൾ ഡോട്ട് പ്ലസ് kx is equal to k into y. y എന്താണ്, y is equal to y0 cos omega t. ഇനി എന്ത് ചെയ്യുന്നു, ky0, കാരണം ky0 cos omega t, അതിലെ ky0നെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, f0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും, mx ഡബിൾ ഡോട്ട് പ്ലസ് kx is equal to f0 cos omega t. ഇവിടെ f0 എന്നുള്ളത് ഈ ഒരു ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് പോലെയാണ്, പക്ഷെ അതിൽ എന്തിന്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ സൈഡ് ഇറ്റ് ഈസ് ഈക്വൽ mx ഡബിൾ ഡോട്ട് പ്ലസ് kx,
ഇത് എന്തുപോലെ തന്നെയാണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ, കാരണം റൈറ്റ് സൈഡ് 0 ആണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിന്റെ സൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതിന്റെ സൊല്യൂഷൻ എന്തായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, x is equal to a cos omega t ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, then x is equal to a cos omega t ആയിട്ട് അസ്യൂം ചെയ്തു. x ഡോട്ട് എന്തായിരിക്കും, x ഡോട്ട് ഈക്വൽ ടു കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ ആണ്, മൈനസ് സൈൻ ആണ്. ദെൻ ഇനി ഒമേഗ എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. അതിന് ഒരു പ്രാവശ്യം കൂടെ ഡെറിവേറ്റീവ് കാണുന്നു, എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗന് ചെയ്യുമ്പോൾ കോസ് ഒമേഗ വരും, വീണ്ടും ഒരു ഒമേഗ വരും, മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ് ഡബിൾ ഡോട്ട്, ഇത് എക്സ്. ദെൻ എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട്, ഈ ക്വാണ്ടിറ്റി എം എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി വിത്ത് എ മൈനസ് സൈൻ, അതിൻ്റെ കൂടെ കെ എക്സ്, കെ ഇൻറ്റു ഈ ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, എ കോസ് ഒമേഗ ടിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ വരും, എം മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് കെ എ കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എഫ് സീറോ കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി അതിൽ ഈ സൈഡിലും കോസ് ഒമേഗ ടി ഉണ്ട്, ഈ സൈഡിലും കോസ് ഒമേഗ ടി ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് വാലിഡ് ഇഫ് യു ചൂസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എഫ് സീറോ. കാരണം കോസ് ഒമേഗ ടി രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇക്വേഷൻ, അപ്പോൾ അത് വാലിഡ് ആണ്. ദെൻ ഇതിൽ നിന്ന് എയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, എ മസ്റ്റ് ബി ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡഡ് ബൈ ഈ ടേം, ആ ടേമിന് കെ മൈനസ് എം ഒമേഗ സ്ക്വയർ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി വാട്ട് ഈസ് കെ, കെ ഇസ് ദി സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ കേസിൽ ഉണ്ടാവുന്ന, നമുക്കറിയാം സ്പ്രിങ്ങിന്റെ ഒരു വൈബ്രേഷനും ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ആ ഒമേഗ സീറോ കെ നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. കെ ഇസ് ഈക്വൽ ടു വാട്ട്, കെ ഇസ് ഈക്വൽ ടു എം, കെ ഇസ് ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സീറോ സ്ക്വയർ ആണ്. ഓക്കെ, കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സീറോ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമ്മൾ കെക്ക് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എം ഒമേഗ സീറോ സ്ക്വയർ മൈനസ് എം ഒമേഗ സ്ക്വയർ, എമ്മിനെ ഔട്ട് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എഫ് സീറോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആയിരിക്കും. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടിയിൽ എ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ അവിടെ മോഷന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് ആണ് എ എന്നുള്ള ക്വാണ്ടിറ്റി. അത് എഫ് സീറോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പൊ അതാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡിന്റെ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആംപ്ലിറ്റ്യൂഡിനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാണ്. ഇവിടെ നോക്കുക, ആംപ്ലിറ്റ്യൂഡിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ, സോറി, ആ ഡയഗ്രാം ഇതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്, ആംപ്ലിറ്റ്യൂഡിനെ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു, എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നുള്ളതാണ് സൊല്യൂഷൻ. എ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് സീറോ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 ബൈ ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി ആണ്. ഒരൊറ്റ ടേം ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ഇതും മാത്രമായതുകൊണ്ട്, ഒറ്റ ടേം ആയതുകൊണ്ട് അത് ജനറൽ സൊല്യൂഷൻ അല്ല. ജനറൽ സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ 2 ടേം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് ബി കോസ് ഒമേഗ സീറോ ടി പ്ലസ് 5. അതായത് ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ. അത് നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ
കാരണം നമ്മൾ മാത്തമാറ്റിക്കലി നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ വേണം. അതിൽ ഒരൊറ്റ ടേം മാത്രം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പ്ലസ് ബി ഇൻറ്റു കോസ് ഒമേഗ 0t പ്ലസ് 5. ഇനി അതിലെ ലാസ്റ്റ് ടേം ഇൻക്ലൂഡ് ചെയ്ത ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്തിൻ്റെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ അൺഡാംപ്ഡ് ഓസിലേറ്റർ. ഇനി ഇതൊരു ഡാംപ്ഡ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആവും സംഭവിക്കുക? ഇവിടെ ബി എന്നുള്ള ഈ ക്വാണ്ടിറ്റിയിൽ ഡിക്രീസ് ചെയ്യും. ബി എന്നുള്ളത് നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയിരുന്ന ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ടി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ 0t പ്ലസ് 5. ഓക്കെ, അപ്പൊ ബി എന്നുള്ള ക്വാണ്ടിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? ഇറ്റ് മസ്റ്റ് ഡിക്രീസ് എക്സ്പോണൻഷ്യലി ഇൻ ടൈം. ഓക്കെ, ഇനി ഇതാണ് ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സ്പ്രഷൻ. ഇനി ഇതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു അൺഡാംപ്ഡ് ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മളൊരു ഫോഴ്സിങ് കൊടുക്കുമ്പോൾ ഫോഴ്സിങ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, അതായത് ഈ ഒമേഗയും ഒമേഗ 0 തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് ഒരു വാരിയേഷൻ വരും. അതായത് നമ്മൾ കൊടുക്കുന്ന ഈ ഫ്രീക്വൻസി, അതായത് ഫോഴ്സ് ഫ്രീക്വൻസി ഒമേഗ എന്നുള്ള ക്വാണ്ടിറ്റി ഒമേഗ 0ക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 0 എന്നുള്ള ക്വാണ്ടിറ്റി വരും അല്ലെ? 1/0 ഇറ്റ് മസ്റ്റ് ബി ഇൻഫൈനൈറ്റ്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ആ ഡിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് വെരി ഹൈ ആയിട്ട് ഓസിലേറ്റ് ചെയ്യാം. അതിനെയാണ് റെസൊണൻസ് ആയിട്ട് പറയുന്നത്. അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കേസിൽ ഈ സിസ്റ്റം വെരി ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതിനെയാണ് റെസൊണൻസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുക, എ എന്നുള്ള എക്സ്പ്രഷൻ f0/m ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. അതിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്, എയുടെ ഗ്രാഫാണ്. ഇനി ആ ഗ്രാഫിൽ ഈ ആക്സിസ് ഒമേഗയാണ്, ഒരു പെർട്ടിക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി അതിന്റെ ഒമേഗ 0. ഇനി ഒമേഗ എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ വാരി ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ആംപ്ലിറ്റ്യൂഡ് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ദിസ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ അപ്രോച്ചസ് 0, ഒമേഗ ടേൺസ് ടു ഇൻഫിനിറ്റി. അതായത് ഒമേഗ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡ് 0 ആവും. ഓക്കെ, and it has a finite value at omega is equal to 0. Omega equal to 0 ആവുന്ന സമയത്ത് ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്. പക്ഷേ ബട്ട് ഇറ്റ് ഇൻക്രീസസ് വിത്തൗട്ട് ലിമിറ്റ് അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0. അതായത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, ഇനി ഈ ഒരു great increase in amplitude when a system is driven at a certain frequency is known as resonance. അതായത് ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് വളരെ ഹൈ ആവുന്ന സമയത്ത്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു പെർട്ടിക്കുലർ ഡ്രിവൺ ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് ഹൈ ആവുന്ന ഈ പ്രോസസ്സിനെയാണ് റെസൊണൻസ് ആയിട്ട് പറയുന്നത്. ആ ഒമേഗ 0 അത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 ആവുന്ന സമയത്ത് ആ ഫ്രീക്വൻസിനെ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മുടെ ഇക്വേഷൻ പ്രഡിക്റ്റ് ചെയ്യുന്ന എന്താണ്? എ ടേൺസ് ടു ഇൻഫിനിറ്റി അറ്റ് ഒമേഗ ടേൺസ് ടു ഒമേഗ 0. പക്ഷെ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിനും എന്തുണ്ടാവില്ല? ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ
ഏത് കേസിൽ പോസിബിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല? റെസനൻസിൽ ഇത് ഇൻഅഡിക്കേറ്റ് ആണ്. ഈ ഒരു ഡിഫിക്കൽട്ടി, ഈ ഡിഫിക്കൽട്ടി എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്? ദിസ് ഡിഫിക്കൽട്ടി ഈസ് ഡ്യൂ ടു അവർ നെഗ്ലക്ട് ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഡിഫിക്കൽട്ടി വരുന്നത്. വെൻ വി ടേക്ക് ഫ്രിക്ഷൻ ഇൻ ടു അക്കൗണ്ട്, അത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകില്ല, ഫൈനൈറ്റ് വാല്യൂ ലാർജ് ആയിരിക്കാം, പക്ഷെ അത് അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതൊന്ന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഫിഗറിൽ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഇതിന്റെ കാണിക്കുന്നുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി അവിടെ കാണിച്ചിരിക്കുന്നു, ഒമേഗ ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ ഇതിന് ഒരു പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ് ഓൾറെഡി ഉണ്ട്. ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്ന വൈലാണ്, അതായത് നമ്മൾ അവിടെ എഴുതുന്ന പോലെ എക്സ് ഡബിൾ ഡോട്ട്, നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ഇൻറ്റു എക്സ്. ഇവിടെ ഒമേഗ സീറോന്റെ ടേമിലാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇവിടെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഇവിടെ വൈലാണ് എഴുതിയിരിക്കുന്നത്, നമ്മൾ എക്സിലാണ് ഡിനോട്ട് ചെയ്തത്. എന്നാലും രണ്ടും ഈക്വൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒമേഗ സീറോ ഒരു 9 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ഞാൻ സെറ്റ് ചെയ്തു, 7.5. ഓക്കെ, സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, ഒമേഗ അത് എ എന്നുള്ള അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു 1 ആയിട്ട് അസ്യൂം ചെയ്തു. 1 ആവുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ദെൻ ഐ ടേക്ക് ഇറ്റ് ആസ് 10. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓക്കെ 11 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കത് ഒമേഗ, അതിന്റെ വാല്യൂ ഒമേഗ 0 ആവുന്ന സമയത്ത് എ നമ്മൾ 11 ആക്കി സെറ്റ് ചെയ്തിട്ടും അതിന് ഒരു മിനിമം വാല്യൂ ആണ് ഇവിടെ, ഫൈനൈറ്റ് വാല്യൂ, മിനിമം വാല്യൂ ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു, ഇത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിനനുസരിച്ച് ഈ വാല്യൂല് ചേഞ്ച് സംഭവിക്കുന്നു. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ആയി. ഈ ഒരു സമയത്ത് 6.5, 6.75, 7, 7.25, 7.5. നോക്കുക എന്ത് സംഭവിച്ചു. ആ ഒരു 7.5 എന്നുള്ള ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് അത് വളരെ ഹൈ ആയിട്ട് മാറി. ഓക്കെ, അതിന്റെ തൊട്ട് മുമ്പത്തെ ഇതിൽ ഇത്രയാ വരുന്നത്, പക്ഷേ 7.5 ആ പെർട്ടിക്കുലർ വാല്യൂല് ഇൻഫൈനൈറ്റ് ആയിട്ട് മാറുന്നു. ഇനി തൊട്ടടുത്ത 7.5 കഴിഞ്ഞാൽ 7.55 ആകുമ്പോഴേക്ക് വീണ്ടും അത് തിരിച്ചു വന്നു. ഓക്കെ, ഇനി അത് ഡിക്രീസ് ചെയ്ത് ഇത് വളരെ ലാർജ് ആക്കി കഴിയുമ്പോൾ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാർജ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഇത് സീറോയിലേക്കാണ്, അതായത് 0 ആയിട്ടാണ് മാറുക. കാരണം W 0 ആവുന്ന, ഒമേഗ 0 ആവുന്ന സമയത്ത് അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ ഫിഗറിൽ ഇത്രയും നമുക്ക് ഇത്രയും കൂട്ടാൻ പറ്റും. ഒമേഗ ഇസ് ഈക്വൽ ടു 16 ആയ സമയത്ത് തന്നെ ആംപ്ലിറ്റ്യൂഡ് അപ്രോക്സിമേറ്റ്ലി 0ന്റെ അടുത്ത് എത്തിച്ചേരുന്നു. ഓക്കെ, ആ പെർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് റെസൊണൻസ് ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, 7.5. ഇനി എന്ത് ചെയ്യുന്നു, 0 ആക്കി, ഒമേഗ ഈക്വൽ ടു 0 ആക്കി വേറൊരു വാല്യൂ സെറ്റ് ചെയ്യാം. നാച്ചുറൽ ഫ്രീക്വൻസി 9 ആണെന്ന് അസ്യൂം ചെയ്യാം. 9 എത്തുമ്പോഴേ നമുക്ക് ഇൻഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് നോക്കുക, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്ന സമയത്ത് ഇപ്പോൾ 5 ആയി, 9 ആവുന്ന സമയത്ത് 8.75, 9 ആവുമ്പോൾ ഇൻഫൈനൈറ്റ് ആയി, വീണ്ടും അത് കുറഞ്ഞു വന്നു, എത്തുമ്പോൾ വീണ്ടും 0 ആയി. വേറൊരു ഫ്രീക്വൻസി വെച്ച് നോക്കാം. ഇറ്റ് ഈസ് 5.5. ഒമേഗ ഈക്വൽ ടു 0 ഇത്രയാണ്. ഇനി അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത് 5 4, 4.25, 4.5, 4.75, 5 ഇൻഫിനിറ്റി ആയി. ദെൻ വീണ്ടും കുറഞ്ഞു വന്നു, 16 ആയപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയി. ഓക്കെ, ഇനി എയുടെ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ആംപ്ലിറ്റ്യൂഡ് ഞാൻ 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സമയത്തും നമുക്ക് ഇവിടെ നോക്കാം, ഈ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, പക്ഷെ എന്നാലും നമ്മൾ ഇത് 5 ആവുന്ന സമയത്ത് അത് വളരെ ആദ്യത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു ഒമേഗ ലെസ് ദാൻ ഒമേഗ 0 ആണെങ്കിൽ ഈ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 ആവുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് കോസ് ഒമേഗ ടി ആയിട്ട് വാരി ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് മൈനസ് കോസ് ഒമേഗ ടി ആയിരിക്കും. അതായത് എന്ത് സംഭവിക്കുന്നു? ഒരു ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. ഒമേഗ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഡ്രൈവിംഗ് ഫോഴ്സുമായിട്ട് ഇൻ ഫേസിലായിരിക്കും. ഇനി ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 ആവുന്ന സമയത്ത് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.